എന്തൊക്കെ വിഷയങ്ങളിലാണ് നിങ്ങൾ പറയുക? ഒന്ന്, ചോദ്യം ഉന്നയിക്കേണ്ടത് ഞങ്ങൾ കൂടി നിർദ്ദേശിക്കുകയാണ്. എന്തുകൊണ്ടാണ് റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആന കേരള മേഖലയിൽ വന്നിട്ട് തിരിച്ചറിയപ്പെടാതെ പോയത്? മറ്റൊന്ന്, ഒരു വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഒരാളെ വന്ന് കൊലപ്പെടുത്തിയ ആനയെ വെടിവെച്ച് കൊല്ലാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അത്തരം ആലോചനകൾ ഉണ്ടാകുമോ? മൂന്നാമത് ഒരു കാര്യം കൂടി, വയനാടിന്റെ വനമേഖലകൾക്ക് പ്രത്യേകതയുണ്ട്. അത് കർണാടകയുമായി ചേർന്ന് കിടക്കുന്ന വനമേഖലയാണ്. കേരളത്തിന്റെ മറ്റു മേഖലകളിൽ നിന്ന് വിഭിന്നമായ സ്വഭാവമുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇടപെടൽ എന്തുകൊണ്ട് വൈകുന്നു? ഒരു കാര്യം കൂടി, വനം വകുപ്പിന്റെ പ്രാഥമിക സൗകര്യങ്ങൾ അത് പരിഹരിക്കാൻ എന്താണ് ശാശ്വത പരിഹാരം? ഈ കാര്യങ്ങൾ കൂടി താങ്കൾ ഈ ചർച്ചയിൽ ഉന്നയിക്കണമെന്ന് കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഉറപ്പായി ഈ കാര്യങ്ങൾ ഞാൻ അത് തന്നെയാണ് തുടക്കം മുതൽ പറഞ്ഞത്. ഈ സിഗ്നൽ ലഭിച്ചിട്ടിരുന്നോ, അതിൽ നമുക്ക് കൃത്യമായി ലഭിച്ചിരുന്നോ, നമുക്ക് നിരീക്ഷിക്കാൻ പറ്റിയിരുന്നോ, അതല്ലെങ്കിൽ അവർ പാളിച്ച പറ്റിയോ എന്നുള്ളത് വനം വകുപ്പിന്റെ DFO വരണം. അദ്ദേഹം അത് പറയണമല്ലോ, എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് പറയണം. പിന്നെ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഈ കർണാടകയും മാത്രമല്ല തമിഴ്നാടുമായി ബന്ധപ്പെട്ടുള്ള 3 സ്റ്റേറ്റ് ഉള്ളത് കൊണ്ട് അതിന്റെ ഒരു കോർഡിനേഷൻ ഉണ്ടാവണം. പിന്നെ നേരത്തെ കിഫയുടെ പ്രതിനിധി പറഞ്ഞതുപോലെ ഈ ആനയെ വെടിവെച്ച് കൊല്ലാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ അതിനകത്ത് ഉന്നയിക്കണം. അതിനോടൊപ്പം തന്നെ ഈ കുറച്ചുകൂടി എക്യുപ്പൈഡ് ആക്കുക എന്ന് പറയുന്നത് ഞാൻ വനം വകുപ്പിനെ വെള്ളപൂശാൻ വേണ്ടിയല്ല. കാരണം കുറച്ചുകൂടി എക്യുപ്പൈഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് അത് ഉപയോഗിച്ചാൽ വയനാട്ടിലെ ആളുകൾക്കാണല്ലോ അതിന്റെ ഗുണം സ്വാഭാവികമായി ലഭിക്കുക. തീർച്ചയായിട്ടും. എന്തായാലും ജനപ്രതിനിധികളുടെ ആ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവാൻ ഞങ്ങളും കരുതുന്നു. എന്തായാലും വിഷയം തിരിച്ചറിഞ്ഞ് അതിന്റെ പ്രാധാന്യം, അതിന്റെ പ്രതിസന്ധി തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇടപെടൽ ഉണ്ടാവട്ടെ. എന്തായാലും കേളു MLA കൂടി പ്രതികരണം നമുക്ക് വന്നിട്ടുണ്ട്. ഈ വിഷയങ്ങളിൽ ജനങ്ങളുടെ വികാരം കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹവും വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. ജനങ്ങള് പൊതുസമൂഹം വയലന്റ് ആണ്. അപ്പൊ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ മാറ്റുക എന്നുള്ളത് ഒരു പ്രയാസമായിട്ടുള്ളൊരു കാര്യമായിട്ട് നിൽക്കുകയാണ്. രണ്ടാമത്തെ വിഷയം, ഈ ആന ഇപ്പോൾ ജനവാസ കേന്ദ്രത്തോട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആനയെ അവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മൂന്നാമത്തെ വിഷയം, ഇപ്പോൾ ബോഡി നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത് കുടുംബത്തിന് വിട്ടുകൊടുക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ കളക്ടറും SP-യും എല്ലാവരും കൂടി ഞങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കളക്ടർ ഇപ്പോൾ ഓൺ ദി വേ ആണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇതിന് തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായി നമ്മുടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ജനപ്രതിനിധികൾ ആ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തട്ടെ. വയനാട് നേരിടുന്ന അതിഗുരുതരമായ ഈ പ്രതിസന്ധി കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവട്ടെ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്.